എടി ഒരു ദോശ. എടി ഒരു ദോശ തരാനേ. ഇപ്പൊ തരാം. ഇപ്പൊ ഒരെണ്ണം കഴിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം ചെറുക്കന് കൊടുക്കട്ടെ ഇനി. അവൻ കൊച്ചുപിള്ളേ, അവൻ പിന്നെ കഴിച്ചോളും. ആദ്യം വലിയ ആളുകൾക്ക് കാട്ടെ. പിന്നെ അവൻ കുറെ നേരമായി വിശന്നിരിക്കുന്നു. എനിക്കൊന്നും വേണ്ട, അച്ഛനോട് ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാലും സമ്മതിക്കണം, എങ്ങനെ ഈ പുള്ളിയുടെ പോലെ ജീവിച്ചോളാം. അത് ഞാൻ നിന്റെ അടുത്ത് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ ഇരിക്കുന്ന ഗ്യാസ് കുറ്റി നീ കണ്ടില്ലേ? ഇത് നിറച്ച് എൻ്റെ കുറ്റവാടാ. ആ കുറ്റങ്ങൾ മുഴുവൻ ഇതുപോലെ ട്യൂബ് വഴി ഇങ്ങനെ കയറി ഇവിടെ എത്തും. ഇനി ഇത് നിന്റെ അച്ഛൻ്റെ അനിയത്തി, എൻ്റെ നാത്തു, ഇതാ അവരുടെ മകള്. ദേ ഇവരുടെ ഒരു ഒറ്റ സാധനം മതി, കുത്തിത്തിരിപ്പെന്ന് പറയും. ദേ ഇതങ്ങ് നിന്ന് കത്തും. ഈ കത്തണ സാധനം എന്താണെന്നറിയാവോ? അങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മുകളിലാണ് ദേ ഈ വീട് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്. തീൻ്റെ മൂടനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതാണടാ ഞാൻ, പാവം ദോശമാവ്. നല്ല വെളുത്ത് തുടുത്ത് പൂപോലെ മൃദുലമായിട്ട് ആ പാവമായ എന്നെയാണ് ഈ കത്തുന്ന വീട്ടിലോട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയിച്ചത്. അതിലിങ്ങനെ വെന്തുരുക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കണ്ടില്ലേ? ആ വെന്തുരുകൾ ഇപ്പം തീരുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതാ ഈ എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. ഈ എണ്ണ എന്താണെന്ന് നിനക്കറിയാവോ? നിന്റെ അച്ഛൻ്റെ കുടുംബക്കാരുടെ കുത്തുവാക്കുകൾ. അതൊക്കെ കേട്ട് നൊന്ത് സഹിച്ചിരിക്കണം ഞാൻ. ഇപ്പം തീരുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എന്നെ അങ്ങ് തിരിച്ചിട്ട് വീണ്ടും വേവിച്ചു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിയിരിക്കണവളാടാ ഈ ഞാൻ. എന്തെങ്കിലും ആട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കണ ഈ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നാലായിട്ട് കടിച്ച് മുറിച്ച് നല്ല എരിവുള്ള ചമ്മന്തിയിൽ മുക്കി കടിച്ച് പറിച്ച് ചവച്ചരച്ച് വലിച്ച് വാരി തിന്ന് കളയും. മിക്ക വീടുകളിലും ഞങ്ങളുടെ ഈ പെണ്ണുങ്ങളുടെ അവസ്ഥ ഈ ദോശയുടെ പോലെയാണ് കൊച്ചേ. ഒരു കാലത്ത് പലരും ഈ ദോശയായിരുന്നു എന്നുള്ളത് മറക്കരുത്.